സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ പ്രതിഷേധം മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് വികസന കാര്യങ്ങളെല്ലാം വരുമ്പോഴും അതിന്റെ ശരിയായ അർത്ഥത്തിൽ ശരിയായ രീതിയിൽ ആ വികസന പ്രവർത്തനം വന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് നമ്മുടെ സംസ്ഥാനത്തിനകത്തല്ലാത്ത പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ അതിന്റെ വിദഗ്ധരായ ആളുകൾ വന്ന് തയ്യാറാക്കിയ ഒരു DPR വേണ്ടത്ര ഗൌരവത്തിൽ പരിശോധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എന്നത് വളരെ ഗൌരവമായിട്ടുള്ള വിഷയമാണ്. കേരളത്തിന്റെ കാലാവസ്ഥയും കേരളത്തിലെ ജനസാന്ദ്രതയും അവിടെ യാത്രാ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം പരിശോധിച്ച് പരിഗണിച്ച് ആവശ്യമായ രീതിയിൽ ഒരു DPR തയ്യാറാക്കിയിരുന്നുവെങ്കിൽ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമായിരുന്നില്ല. ഈ റോഡിന്റെ ഭാഗമായിട്ട് വന്നു ചേർന്നിരിക്കുന്നതും എന്ന് കാണാം. അത് വലിയ തോതിലുള്ള പ്രയാസങ്ങൾ പല മേഖലയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയും യഥാർത്ഥത്തിൽ DPR തയ്യാറാക്കുന്ന അല്ലെങ്കിൽ പരിശോധനകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിന്റെ DPR തയ്യാറാക്കി വരുമ്പോൾ ഈ വിഷയത്തിൽ കാര്യങ്ങൾ വേണ്ടത്ര ഗൗരവത്തിൽ പരിഗണിച്ചില്ല എന്നത് കാണാൻ പറ്റും. ഇപ്പൊ നീലേശ്വരത്തിൽ പോയാൽ അത് കാണാൻ പറ്റുന്ന കാര്യമില്ല. ആ നീലേശ്വരം മാർക്കറ്റിൽ ഉണ്ടാക്കി വെച്ചൊരു സാധനമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ആരും പറഞ്ഞുകൊള്ളേണ്ട കാര്യമല്ല. ആ നീലേശ്വരം മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അതിന്റെ മേൽപ്പാലം തയ്യാറാക്കുന്ന കാര്യത്തിൽ അത് അങ്ങേയറ്റത്തെ ഒരു അതിന് റോഡ് പണി വരുന്നതിന് മുമ്പ് നാട്ടിലെ ജനങ്ങൾക്ക് അറിയില്ല ഇതിന്റെ അപകടം എന്താണ് എന്ന് അറിയുമായിരുന്നില്ല. റോഡ് പ്രവർത്തനം ആരംഭിച്ചു വന്നപ്പോഴാണ് ഇതിന്റെ ഒരു അവസ്ഥ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നേരെയുണ്ട്. അതിനെതിരായി ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടവും കാര്യങ്ങളും നടത്തിയിട്ടാണ് പലയിടത്തും വഴികൾ ഉണ്ടായി വന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ പലയിടത്തും ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരിക. അപ്പൊ അവിടെയെല്ലാം ഈ നിലയിലുള്ള സമരങ്ങളും പോരാട്ടങ്ങളും എല്ലാം നടത്തിയിട്ടാണ് ഈ ഒരു സംവിധാനം ഉണ്ടായത്. നമുക്കറിയാം, പൊയിനാച്ചി എന്ന് പറയുന്നത് ഈ ചെറുതുറ കോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നുള്ള ഈ അടിപ്പാത എന്ന് പറയുന്ന സംവിധാനം നേരത്തെ ഉണ്ടായതല്ല. അവിടെയും ഒരു വലിയ സമരത്തിന് ശേഷമാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോയത്. അപ്പോൾ പലയിടത്തും ഈ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉയർന്നു വന്ന് അവിടെ ജനങ്ങൾ സംഘടിച്ച് പ്രക്ഷോഭ സമരം നടത്തി അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ സഞ്ചാരം ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയത്. ഇവിടെയാണെങ്കിൽ ഉണ്ടാക്കി വെച്ചത് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഇന്നലെ വരെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു രീതിയല്ല. വെറുതെ ഒരു ഗുഹ പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് കന്നുകാലി പാസേജ് അത് കാര്യമില്ലല്ലോ. നമുക്ക് മനുഷ്യന് വേണ്ടത് സാധ്യത വേണ്ടത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പഴയ കാലമല്ല, പുതിയ കാലം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സഞ്ചാരം നടന്നു പോകുക എന്നുള്ളതല്ല. മനുഷ്യന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ആളെയും കൊണ്ട് വാഹനങ്ങളിലൂടെയാണ് പോകേണ്ടത്. അതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കേണ്ടത്. ഏതായാലും ഒരു സാധനം ഉണ്ടാക്കുന്നത് അതിന്റെ ഗൗരവത്തിലും അതിന്റെ ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആ നിലക്കെല്ലാം ഉണ്ടാക്കിയത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. പേരിന് വേണമെങ്കിൽ ഉണ്ടാക്കിയെന്ന് പറയാം. ഇത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് മനുഷ്യന് ഒന്നുമില്ല എന്നൊരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു ഗുഹ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ കടന്നുപോയിക്കൊള്ളുക എന്നൊരു നില വന്നാൽ അത് അങ്ങേറ്റത്തെ നമ്മളെ ദ്രോഹിക്കുന്ന ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും നമ്മുടെ നാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സഞ്ചാര മേഖലയിൽ ജനങ്ങൾ മാത്രമല്ല, ഈ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒട്ടേറെ പഞ്ചായത്തുകളിലെ ജനങ്ങളെ എല്ലാം ബാധിക്കുന്ന ഒരു വലിയ വിഷയമായിട്ട് ഈ വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഏത് വിധേനയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് നന്നായ രീതിയിൽ പോകാൻ പറ്റാവുന്ന വിധത്തിൽ വാഹനത്തിലൂടെ കടന്നുപോകാൻ കഴിയുന്ന ഏജൻസികൾ ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കണം. കേന്ദ്ര ഗവൺമെന്റ് അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ, അത് ജനപ്രതിനിധികൾ, അവരെല്ലാം
ഇതിനകത്ത് ഏറ്റവും വലിയ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇത് നമ്മുടെ ഒരു ആവശ്യമാണ്, നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ആവശ്യം നിർവഹിച്ചു തന്നേ മതിയാവൂ. അതിനാവശ്യമായ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകണം എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മുടെ MP ആയാലും അതുപോലെ തന്നെ MLA ആയാലും മറ്റുള്ള ജനപ്രതിനിധികളായാലും അവരുടെയെല്ലാം ഒരു വലിയ ശ്രദ്ധ ഇതിനുമേലെ ഉണ്ടാകണം. ഇത് ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം മാത്രമല്ല, അതൊരു അവകാശം കൂടിയാണ്. കേവലം ആവശ്യത്തിൽ മാത്രമായി നിൽക്കുന്നതിനാണ് അവകാശം.